നിന്ദിതരുടെയും പീഡിതരുടെയും പാപ്പ എന്ന് നമുക്ക് ഒരു വാചകത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ലോകത്തെ ആകെ കണ്ണീർ കടലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പാപ്പയെ അനുസ്മരിക്കുന്നു റെമീജിയോസ് സിഞ്ചനാനിയിൽ താമരശ്ശേരി ബിഷപ്പ്. അത് പാവങ്ങളുടെ പക്ഷം ചേർന്നാണ് അതിന് സാധിക്കുന്നതെന്ന് പഠിപ്പിക്കുകയായിരുന്നു. പാപിനിയായ സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വരുമ്പോൾ അവരെ ഞാൻ നിന്നെ കല്ലെറിയുന്നിരിക്കെ ധീരതയോടെ കടന്നു വന്നു. ഇന്നലെ ലോകത്തിന് മുഴുവനുള്ള ആശീർവാദവും അദ്ദേഹം നൽകി. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നിത്യതയിലേക്ക് കടന്നുപോയി എന്നുള്ളത് അപ്രതീക്ഷിതമായി നമ്മെ ഏറ്റവും വിഷമിപ്പിക്കുന്നതായിരുന്നു. മാർപ്പാപ്പ നമുക്ക് നൽകിയ വലിയൊരു മാതൃകയും സ്നേഹവും കരുതലും അതെല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം. അർജൻറ്റീനയിൽ നിന്നാണ്, സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യത്ത് നിന്നാണ് മാർപ്പാപ്പ വരുന്നത്. സൗത്ത് അമേരിക്കയുടെ പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമുണ്ട്. അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു കടന്നുകയറ്റം, അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ലിബറേഷൻ തിയോളജി. ആ തിയോളജി വളരെയധികം സ്വാധീനം ആ കാലഘട്ടത്തിൽ ചെലുത്തിയിരുന്നു. എന്നാൽ പിന്നീട് വത്തിക്കാൻ ഇടപെട്ട് അതിന് നിയന്ത്രണം വരുത്തി. എങ്കിലും അതിൻ്റെ ഒരു സ്വാധീനം മാർപ്പാപ്പയിൽ ഉണ്ടായിരുന്നുവെന്ന് മാർപ്പാപ്പ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രവർത്തന ശൈലിയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. മാർപ്പാപ്പ സ്വീകരിച്ച പേര് ഫ്രാൻസിസ്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേര് തന്നെയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ട് തൻ്റെ ജീവിത ശൈലിയിലൂടെ, തൻ്റെ ജീവിത പഠനങ്ങളിലൂടെ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്. അതിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവേ, എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഓരോ വ്യക്തിയും സമാധാനത്തിൻ്റെ ഉപകരണമാണ്. അതിൽ തൻ്റെ ജീവിതം മുഴുവനും അതിനുള്ള പ്രവർത്തനമായിരുന്നു. തൻ്റെ മാർപ്പാപ്പ എന്നുള്ളൊരു ശുശ്രൂഷ മുഴുവനും അതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷം ചേർന്നു, പാവങ്ങളുടെ പക്ഷം ചേർന്നു, വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്നു. നീതിക്കും വേണ്ടി അദ്ദേഹം പോരാടി, മാർപ്പാപ്പ പോരാടി. അത് ഈ കഴിഞ്ഞ 12 വർഷങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി അത് ശക്തമായിട്ട് ഇടപെടുകയാണ്. സഭയിലുണ്ടായിരുന്ന മൂല്യച്യുതികൾ അതിനെ അപ്പാടെ ഇല്ലാതാക്കാൻ, വേരോടെ പിഴുതെറിയാനും മാർപ്പാപ്പ വളരെയധികം കഠിനമായിട്ട് പരിശ്രമിച്ചു എന്ന് നമുക്കറിയാം. മാർപ്പാപ്പയുടെ ഈ പ്രവർത്തന ശൈലി ധാരാളം എതിർപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന മൂല്യങ്ങളോട് ഒരിക്കലും തന്നെ വ്യത്യാസം വരുത്താതെ, കോംപ്രമൈസ് ചെയ്യാതെ, എന്നാൽ സാഹചര്യങ്ങളിൽ ശക്തമായിട്ട് പഠിപ്പിച്ച വലിയ വ്യക്തിത്വമാണ്. അത് യേശുവിൻ്റെ ശൈലി തന്നെയായിരുന്നു മാർപ്പാപ്പ സ്വീകരിച്ചത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഈശോ ഇപ്രകാരം പഠിപ്പിച്ചു: നരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവുകൾക്ക് പക്ഷിയുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ദാരിദ്ര്യം ഓരോ ക്രിസ്തു ശിഷ്യനും എപ്രകാരം കാർക്കശ്യത്തോടെ പിന്തുടരണമെന്ന് മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. അത് പാവങ്ങളുടെ പക്ഷം ചേർന്നാണ് അതിന് സാധിക്കുന്നതെന്ന് പഠിപ്പിക്കുകയായിരുന്നു. പാപിനിയായ സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വരുമ്പോൾ അവരെ ഞാൻ നിന്നെ കല്ലെറിയുന്നില്ല, നീ ഇനി ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് തിരികെ വിട്ട അതേ ശൈലി തന്നെയായിരുന്നു മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, അവരോടൊക്കെ മാർപ്പാപ്പയുടെ സമീപനം എത്ര മനോഹരമായിരുന്നു. സ്വവർഗ ലൈംഗികതയെക്കുറിച്ചുള്ള സമീപനം അത് വളരെ വിമർശനം മാർപ്പാപ്പയ്ക്ക് വിളിച്ചു വരുത്തി. പക്ഷേ അതിലുള്ള സഭയുടെ പഠനത്തിലൊന്നും വെള്ളം ചേർക്കാൻ മാർപ്പാപ്പ ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല. പകരം എന്താണ്, അവരും മനുഷ്യരാണ്, അവരെ ഉൾക്കൊള്ളണം എന്ന എത്ര മനോഹരമായ ശൈലി! അത് യേശുവിൻ്റെ ശൈലിയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവരും മനുഷ്യരല്ലേ, അവരെയും നമ്മൾ സ്വീകരിക്കണം. അതാണ് മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്ന പ്രവർത്തന ശൈലി. മുസ്ലിം രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ട് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട്, യഹൂദരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട്, അവരെ സ്വീകരിച്ചുകൊണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്ന സമൂഹത്തെയും വത്തിക്കാനിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പവും സംസാരിച്ചുകൊണ്ട് മാർപ്പാപ്പ നൽകിയ സന്ദേശം എന്താണ്? എല്ലാവരും മനുഷ്യരാണ്, അവരെല്ലാവരെയും ഉൾക്കൊള്ളണം, അതിന് വിഭാഗീയത പാടില്ല.
യുദ്ധത്തിൽ അവസാനവും മാർപ്പാപ്പ പറയുന്നത് ഗാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാർപ്പാപ്പയുടെ മുഖം നമുക്ക് ആർക്കാണ് മറക്കാൻ സാധിക്കാത്തത്? അദ്ദേഹം നൽകിയ ഒരു ജീവിത ശൈലി അതെന്നും ശക്തമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. നമുക്ക് വേദനിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുന്നവരോടൊപ്പം ഉണ്ടായിരിക്കണം.